little hearts. Yes. അപ്പോ ഇന്ന് നമ്മൾ ചാപ്റ്ററിലെ കാര്യം ഒന്ന് പഠിക്കാൻ പോകുന്നില്ല കേട്ടോ. ഇംഗ്ലീഷിൽ ഇന്ന് മിസ് നിങ്ങൾ ചെറിയൊരു ഗ്രാമർ പാർട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രാമറിലെ ഒരു ഭാഗം എന്താണ്? നമ്മൾ വേർബ്സ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, മിസ് വലിയ വെണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് വേർബ്സ്. എന്നിട്ട് മിസ് എന്തിട്ടുണ്ട് ഇവിടെ ഐ പുട്ട് ഇൻ ഹൈഫൺ അല്ലെ, ഒരു ഹൈഫൺ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മിസ് കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താണ് ഐ ഗേവ് ആക്ഷൻ വേർഡ്സ് അല്ലെ, മിസ് എന്താണ് ആക്ഷൻ വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി എന്താണ് ശരിക്കും പറഞ്ഞ ഈ വേർബ്സ് അല്ലെ? മിസ് എന്ത് ചെയ്തിട്ടുണ്ട് വേർബ്സ് എന്നതിന് തൊട്ടടുത്ത് തന്നെ മിസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആക്ഷൻ വേർഡ്സ് അല്ലെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാം എന്താണ് ഒരു ആക്ഷൻ. ആക്ഷൻ മീൻസ് എന്താ? ഒരു പ്രവൃത്തി അല്ലെ. നമ്മൾ എന്താണ് ഇപ്പൊ മിസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ് എടുക്കുക, ഇതൊരു പ്രവൃത്തിയല്ലേ. മിസ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നിങ്ങൾ മിസ് ഈ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ, നിങ്ങൾ മിസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു പ്രവൃത്തിയല്ലേ. അപ്പൊ നമ്മൾ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയാ? വേർബ്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ലിറ്ററലി നമ്മൾ അതിന്റെ ശരിക്കും മീനിങ് എങ്ങനെ കൊടുക്കാം? എ വേർബ് ഈസ് എ വേർഡ് ദാറ്റ് ഈസ് ജനറലി കൺവേസ് ആൻ ആക്ഷൻ. നിങ്ങൾ വലിയ വലിയ വാചകം ഒന്നും നോക്കിയിട്ട് എന്ത് ചെയ്യണ്ട, ബേജാറാവണ്ട. മിസ് പറഞ്ഞതിന് പൊരുൾ ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു പ്രവൃത്തി നമ്മളത് എങ്ങനെ ചെയ്യുന്നു, നമ്മൾ ആ ഒരു വർക്ക് ആക്ഷൻ, നമ്മളിപ്പോൾ റൈറ്റിംഗ് മിസ് ഒരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുക, അതൊരു പ്രവൃത്തിയാണ്. ഇപ്പം നമ്മൾ പാട്ട് കേൾക്കുന്നത് അതൊരു പ്രവൃത്തിയാണ്. നമ്മൾ സ്ഥലത്തേക്ക് നടന്നു പോകുന്നത് ദാറ്റ്സ് എൻ ആക്ഷൻ. അപ്പോൾ ആക്ഷൻ അത് ഒരു പ്രവൃത്തി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക? വേർബ്സ് എന്നാണ് പറയാം. ഓക്കെ, അവിടെ എന്തുണ്ട്? ഒരു ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ വേർബ്. അതാണ് ഇംഗ്ലീഷിൽ എന്ത് പറയാ? വേർബ് എന്ന് പറഞ്ഞ്. ഇനി എന്ത് ചെയ്യരുത്? വേർബ് എൻ്റെ മക്കള് മറക്കരുത് കേട്ടോ. 3-4 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതൊരു ലയനാ അല്ലെ. ലയൻ എന്താ ചെയ്യുന്നത്? ലയൻ അത് സ്ഥലത്ത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്, ഒന്നും ചെയ്യാണ്ട് എല്ലാം ഒരു തിരക്കിട്ട് നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നോക്കി വാക്ക് അല്ലെ. വാക്ക് എന്ന് പറയാൻ എന്താ? നടക്കുക. നമുക്കറിയാലോ നമ്മൾ നടക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്, ഒരു ആക്ഷൻ നടക്കുന്നില്ലേ അവിടെ. അപ്പൊ അതിന് നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് എ വേർബ്. ഓക്കെ, നമ്മളതൊരു വേർബ് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ ആ കുട്ടി എന്താ ചെയ്യുന്നത്? ഷീസ് റൈഡിങ് എ ബൈസിക്കിൾ അല്ലേ. ഷീസ് റൈഡിങ് എ ബൈസിക്കിൾ. സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുക. സൈക്കിളിന്റെ മേലെ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണോ? അല്ല. എന്താ ചെയ്യുന്നത്? നല്ല അടിപൊളിയായിട്ട് ചിരിച്ചും കൊണ്ട് ഷീസ് എന്താണ് റൈഡ് ചെയ്യണം. റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഓടിക്കുക. ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്നത് നമ്മൾ എന്ത് പറയും? റൈഡ് എന്ന് പറയില്ലേ. ഒരു സംഗതി നമ്മൾ ഓടിക്കുന്നതിന് റൈഡ് എന്ന് പറയും. അപ്പൊ റൈഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എൻ ആക്ഷൻ വേർഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഷീസ് എന്താണ് റൈഡിങ് ദ ബൈസിക്കിൾ. അവിടെ ബൈസിക്കിൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഹീസ് റൈഡിങ് ദ ബുള്ളറ്റ്. അവൻ ബുള്ളറ്റ് ഓടിച്ചും കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? അതിനെ വേർബ് എന്ന് പറയും. ഇനി ഒരു എക്സാമ്പിൾ നോക്കിയേ, സ്വിം എന്നാ മിസ് കൊടുത്തേ അല്ലേ. ഇപ്പൊ നോക്കിയേ, ഈ ബോയ് അനങ്ങുന്നില്ല. അപ്പൊ ഇതൊന്ന് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ആക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നടക്കുന്നില്ല, ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നില്ലല്ലോ. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ സ്വിം നീന്തുന്നുണ്ട് അല്ലെ. ഇപ്പൊ അവിടെ എന്തുണ്ട്? ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നില്ലേ, ഒരു ആക്ഷൻ അവിടെ നടക്കുന്നില്ലേ, അവനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പൊ അതെന്തായി? അതൊരു വേർബായി അല്ലേ. അടുത്ത് നോക്കിയേ നിങ്ങള്, ഇപ്പൊ ഈ പെൺകുട്ടി ജസ്റ്റ് മൈക്ക് പിടിച്ചെന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ നിൽക്കുന്നുള്ളൂ അല്ലെ. ഇപ്പൊ നോക്കിയേ നിങ്ങള്, അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഷീ സിംഗിങ് അല്ലെ. അപ്പൊ സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ എ വേർബ്. അതും എന്താണ്? ഒരു വേർബാണ്. ഇപ്പൊ അവള് പാടുന്നില്ലേ, ഒരു ആക്ഷൻ അവിടെ നടക്കുന്നില്ലേ, അല്ലെ ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നില്ലേ. അപ്പൊ ദിസ് ഈസ് ഓൾസോ എ വേർബ്. ഇതും എന്താണ്? വേർബാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിയേ, ഇവിടെ ഈ പട്ട ഇപ്പൊ അനങ്ങുന്നില്ലേ അല്ലെ, ഇപ്പൊ ഒന്ന് അനങ്ങാണ്ട് എന്താണ് നിൽക്കാണ് കേട്ടോ, ഇപ്പൊ ഒന്നും റെഡി ഇല്ലേ. നോക്കിയേ, ഫ്ലൈ എന്നാണ് മിസ് കൊടുത്തത്. ഫ്ലൈ പറഞ്ഞ എന്താ? പറക്കുക അല്ലെ. പറക്കുക നമുക്കറിയാം, ഇറ്റ് ഈസ് എൻ ആക്ഷൻ. ഇപ്പൊ നോക്കിയേ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൈ ചെയ്യുന്നില്ലേ, പറക്കുന്നില്ലേ. അപ്പൊ ഇവിടെ നോക്കുക നിങ്ങൾ, എന്താണ് ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ വേർബ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചില്ലേ. നമ്മൾ എന്താണ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ, ഒരു ആക്ഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ വി കോൾ ദാറ്റ് ആസ് എ വേർബ്. അതിന് നമ്മൾ എന്ത് വിളിക്കാം? വേർബ് എന്ന് വിളിക്കാം. അപ്പൊ മനസ്സിലായില്ലേ? വേർബ് പഠിച്ചില്ലേ. ഇനി ഇതേപോലെ നമുക്ക് നൗണും ഒബ്ജക്റ്റും ഒക്കെ പഠിക്കണ്ടേ. നമുക്ക് ഇതേപോലെ കുറേ കാര്യങ്ങൾ ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതേപോലെ എന്ത് ചെയ്യും മിസ് വീണ്ടും വീണ്ടും വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിൽ നമുക്ക് നൗൺ പഠിക്കാം കേട്ടോ. താങ്ക് യു.